എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഞാനിന്ന് ദീപാവലി ആയതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ റെസിപ്പിയായ നെയ്യപ്പം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണല്ലേ ഇത്. അപ്പോൾ നമുക്ക് നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. ഇനി 250 ഗ്രാം ശർക്കര ഉരുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ശരിയായ കൺസിസ്റ്റൻസി വരുന്നത് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ശരിയായ കൺസിസ്റ്റൻസി. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പും നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തുമാണ്. ഇത് നെയ്യോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ മാവ് റെഡിയായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അങ്ങനെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.